మరి నాకేమో సన్నగిలో కలిపితివి మేకలేమో మందలుగా పెరిగిపాయ నాకిచ్చిన నూకలేమో ఒక్క పూట కరిగిపాయ రసిక రాజువో మరి నా దాసు బాబా నీతో ఎప్పుడు కిరికిరి రసిక రాజువో మరి నా దాసు బాబా నీతో ఎప్పుడు కిరికిరి కూర్చొని మాట్లాడకి எனக்கு நீதான் லைஃப் தாலி தாலி தேவையில்ல வாடி வாடி தாலி தாலி தேவையில்ல வாடி வாடி தட தட முத்தம் தர வட வட தட தட முத்தம் தர வட வட தாலி தாலி தேவையில்ல வாடி வாடி தாலி தாலி தேவையில்ல வாடி வாடி தட தட முத்தம் தர வட வட தட தட முத்தம் தர வட മാത്യു, എന്താ വാടക കാണിക്കുന്നത്? ഒരു കല്യാണ വീട്ടില്ലേടാ ഇത്. നീ എന്താടാ ചെയ്യുന്നത്? വീട്ടിൽ പോടാ ഒന്ന്. എടാ മോനെ, നീ എന്തോ കാണിക്കുന്നേ? വീട്ടിൽ പോടാ. എന്തോന്ന് വീട്? എടാ മോനെ, നീ എന്താ അങ്ങനെ പറയണേ? അമ്മച്ചിയുടെ കാര്യം നോക്കും. അമ്മച്ചി അവിടെ പോയി ബൈബിൾ വല്ലതും വായിക്കും. അതേടാ, ഞാൻ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. നീ ശരിയാകണ്ടേ? ദൈവമേ, ക്രിസ്ത്യൻ കുടുംബം, പള്ളി പോകും. എന്നാൽ ഇവനിങ്ങനെ തലതിരിഞ്ഞല്ലോ എന്റെ ദൈവമേ. നിന്റെ ചേട്ടനെ നീ ഒന്ന് നോക്കടാ. അവനൊരു പള്ളിയിലെ അച്ഛനാണെന്നെങ്കിൽ ഓർത്ത് നീ ഒന്ന് നല്ല വഴിക്ക് നടക്കെന്റെ മോനെ. അപ്പന് വേറെ പണിയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപോലെ ഞാൻ ജീവിക്കും. ചേട്ടന് ഇഷ്ടപോലെ ജീവിച്ചല്ലേ, ഞാനും എന്റെ വഴി തിരിഞ്ഞ് നടക്കട്ടെ. മാത്യു, നീ വീട്ടിലേക്ക് വാ. നമുക്ക് വീട്ടിൽ പോയി വല്ലതും കഴിച്ചിട്ട് സമാധാനമായിട്ട് സംസാരിക്കാം. എനിക്കാണേൽ നല്ല വിശപ്പുണ്ട്. ഓ, ചേട്ടച്ച വന്നോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോൾ മതി. സന്തോഷമായി. പിന്നെ നിങ്ങളുടെ പിതാക്കന്മാർ അപ്പം കഴിച്ചു, എന്നിട്ടോ എല്ലാവരും മരിച്ചു. പക്ഷെ ഞാൻ നൽകുന്ന അപ്പം അതുപോലെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വിശക്കുന്നു. അപ്പൊ അപ്പത്തിന് അപ്പം തന്നെ വേണം. ചേട്ടൻ തക്കാൻ പോ. വന്ന് കുർബാനയെ നീ അവഹേളിക്കാൻ തുടങ്ങിയോ? കർത്താവിന് തിരുശരീരത്തിനും തിരുരക്തത്തിനും എതിരെ തെറ്റ് ചെയ്തിട്ട് ശാപം വരുത്തി വെക്കരുത് കേട്ടോ മോനെ. കുരുത്തം കെട്ട അതങ്ങ് എനിക്ക് ഇഷ്ടപ്പെടും. അത് എല്ലാവർക്കും ഞാനൊരു കുരുത്തം കെട്ടവനാണ്. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. നീ എന്തായാലും എൻ്റെ കൂടെ വാ. കണ്ടില്ലേ അപ്പച്ചനും അമ്മച്ചും വിഷമിച്ച് നിൽക്കുന്നേ? നമുക്ക് ശാന്തമായിട്ട് സംസാരിക്കാം. അച്ഛനെ എന്തോ സംസാരിക്കാം. അപ്പനെയും അമ്മയും എന്നെ ഏൽപ്പിച്ചിട്ട് സുഖമായി അങ്ങ് സെമിനാരിൽ പോയി. അതാണോ ശരിക്കുള്ള ഉത്തരവാദിത്വം? അച്ഛനൊരു വലിയൊരു പ്രമാണത്തിന് ലംഘനമായിട്ടാണ് ഈ കാണിക്കുന്നത്. ഞാൻ എൻ്റെ ജീവൻ പാഴാക്കുകയല്ല. നമ്മുടെ കുടുംബം എനിക്ക് തന്ന ആ സ്നേഹം ലോകം മുഴുവൻ പങ്കുവെക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ബലികഴിക്കുകയാണ്. നീ എന്നെ വെറുത്താലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ആൾത്താരയിൽ ഞാൻ കാണും. ആഹാ, മാത്യു, നീ ഇപ്പോഴും ഇവിടെ വരാറുണ്ടോ? അതൊരു നല്ല കാര്യമാണല്ലോ. അച്ഛാ, ഇവിടെ ആകുമ്പോൾ മനസ്സമാധാനത്തോടെ മൗനമായും സ്വസ്ഥമായിട്ടും കുറച്ചേരം ഇരിക്കാം. അതുകൊണ്ട് മാത്രം ഇവിടെ വരുന്നു എന്നുള്ളൂ. സ്വസ്ഥമായിട്ടിരിക്കാനും മൗനമായിട്ടിരിക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. അതിനെ മനസ്സിനെ സുഖപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. എന്നാൽ അതോടൊപ്പം തന്നെ ചിലതൊക്കെ മറച്ചു വയ്ക്കാനും. ഇതിലേതാണാവോ മാത്യു നീ ആഗ്രഹിക്കുന്നത്? അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ ഇന്നലെ കുമ്പസാരത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു. ആളുകൾക്ക് കുമ്പസാരം ആവശ്യമാണെന്ന് അച്ഛൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? കുമ്പസാരം എന്താണെന്ന് മാത്യു നിനക്കറിയാമോ?
അച്ഛോ അറിഞ്ഞതൊക്കെ മതി. എനിക്കിനി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമില്ല. എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവം എല്ലാം അറിയുന്നുണ്ടെങ്കിൽ മറ്റൊരാളോട് എന്തിനാണ് സംസാരിക്കുന്നത്? എന്തിനാണ് കുറ്റബോധം ചുവന്നോട് നടക്കുന്നതെന്ന്? മാത്യു, നീ ചോദിച്ചത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആദം പാപം ചെയ്തപ്പോൾ ദൈവം അറിയാത്തത് കൊണ്ടാണോ ചോദിച്ചത് നീ എവിടെയാണെന്ന്? തീർച്ചയായിട്ടും അല്ല. ആദം അപ്രത്യക്ഷനായതുകൊണ്ടാണോ ദൈവം ചോദിച്ചത്? തീർച്ചയായിട്ടും അല്ല. കുമ്പസാരം ദൈവത്തെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അറിയിക്കുന്ന കർമ്മമല്ല. കൺഫെഷൻ ഈസ് നോട്ട് ആൻ ആക്ട് ഓഫ് ടെലിംഗ് ഗോഡ് അബൌട്ട് അവർ സിൻസ്. പാപത്തിനു ശേഷം ഒളിച്ചിരുന്ന ആദം പുറത്തു വന്നതുപോലെ നമ്മളും പുറത്തു വരണം. ശരിയായ വെളിച്ചത്തിലേക്ക് വരാൻ അങ്ങനെ നമ്മെ സഹായിക്കുന്ന കുദാശയാണ് കുമ്പസാരം. കൺഫെഷൻ ഈസ് ജസ്റ്റ് സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ഹൈഡിങ്സ്. അച്ഛാ, അതിന് ഞാൻ സ്വന്തമായി പ്രാർത്ഥിച്ചാലും പാപങ്ങൾ ഏറ്റു പറഞ്ഞാലും പോരെ? നിനക്കതിന് തീർച്ചയായിട്ടും കഴിയും. എന്നാൽ ക്രിസ്തു നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത വലിയ പ്രസാദവരത്തെ കാണാൻ സാധിക്കുന്ന ഒരു അടയാളം കൊണ്ട് സ്ഥാപിച്ചു. അതാണ് കുമ്പസാരം. ബൈബിൾ അനുസരിച്ച് പറഞ്ഞാൽ പുനരുദ്ധാനത്തിന് ശേഷം അവൻ തൻ്റെ അപ്പസ്തോലന്മാരിൽ നിശ്വസിച്ചു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. കരുണയ്ക്ക് ഒരു മനുഷ്യ ശബ്ദം ഉണ്ടായിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. നമ്മളത് അനുസരിക്കുന്നു, അത്ര തന്നെ. അച്ഛോ, എനിക്കങ്ങോട്ട് പൂർണ്ണമായും മനസ്സിലാകുന്നില്ലെങ്കിലും എന്തൊക്കെയോ അതിനകത്തുണ്ടോ എന്നൊരു തോന്നൽ വരുന്നുണ്ട്. എടാ മാത്യു, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ നീ നടക്കും, അതോ അതിനുള്ള ചികിത്സ തേടുമോ? തീർച്ചയായിട്ടും ചികിത്സ തേടും. ആരായാലും അതല്ലേ ചെയ്യത്തുള്ളൂ. നമ്മുടെ പാപങ്ങളൊക്കെ നമ്മുടെ ആത്മാവിൻ്റെ മുറിവുകളാണ്. അത് സൗഖ്യമാക്കാൻ കുമ്പസാരം എന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ കൂദാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വീകരിച്ച് സൗഖ്യം പ്രാപിക്കുന്നതല്ലേ നല്ലത്? പക്ഷേ അച്ചോ, എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട്. ഈ പാപം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമാണ്. വെറുതെ ഒരു കുറ്റവാദം ഉണ്ടാക്കാൻ വേണ്ടി മതങ്ങളുണ്ടാക്കിയ ഒരു ധാർമ്മിക പണ്ടങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. ഈ മൊറാലിറ്റിയൊക്കെ മനുഷ്യരുണ്ടാക്കിയതല്ലേ? ധാർമ്മിക പഠന പുസ്തകങ്ങൾ ഒന്നും വായിക്കാത്ത ആളുകൾക്കും മറ്റു മനുഷ്യരെ ഉപദ്രവിക്കരുത്, നല്ലതായിട്ട് ജീവിക്കണം, തെറ്റ് ചെയ്യരുത് എന്നൊക്കെ തോന്നുന്നത് അപ്പം എങ്ങനെയാണ്? പാപം യഥാർത്ഥമല്ലെങ്കിൽ തെറ്റിലൂടെ ചരിക്കുന്നവർക്ക് വല്ലാത്തൊരു ശൂന്യത അവസാനം തോന്നുന്നത് എന്തുകൊണ്ടാണ്? നല്ല കാര്യം ചെയ്യുമ്പോൾ നിനക്ക് സന്തോഷം തോന്നാറില്ലേ? തിന്മ ചെയ്യുമ്പോൾ നിനക്ക് ദുഃഖവും തോന്നാറുണ്ടല്ലോ. അതൊക്കെ നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? അച്ഛാ, എനിക്ക് ഇപ്പം ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് അച്ഛോ. പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് കുമ്പസാരത്തിലൂടെ കിട്ടുമെന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിപ്പോയത് നമ്മുടെ തെക്കടത്തിലെ മാത്യു ആണ്. അച്ചോ, അവനെ കുറിച്ച് നാട്ടിൽ വലിയ അഭിപ്രായമൊന്നുമില്ല കേട്ടോ. എടാ കപ്പിയാരെ, അവനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ അവനിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ദൈവം അവന് വേണ്ടി ഒരു വലിയ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നീ നോക്കിക്കോ. കാലം അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു. ലോകം അകന്ന കിടക്കുകളിലേക്ക് വഴിമാറി. ഒരുമിച്ച് ആർത്തു വിളിച്ച സുഹൃത്തുക്കൾ അവനെ മറന്നു. പുതിയ ആഘോഷങ്ങളുടെ തീരങ്ങൾ തേടി അവർ പടിയിറങ്ങിപ്പോയി. വിജയികളെ മാത്രം നെഞ്ചോട് ചേർക്കുന്ന ഈ ക്രൂരമായ ലോകം തകർന്നുപോയ മാത്യുവിനെ ഇരുളടഞ്ഞ ഒരു വഴിത്തിരിവിൽ ഉപേക്ഷിച്ചു കളഞ്ഞു. പക്ഷേ സഭ എന്ന അമ്മ അവനെ മറന്നില്ല. 99 ആടുകളെയും സുരക്ഷിതമായി നിർത്തിയിട്ട് വഴിതെറ്റിപ്പോയ ആ ഒറ്റയാടിനെ തേടി മുള്ളുകൾ നിറഞ്ഞ വഴികളിലൂടെ പാദങ്ങൾ ചോരയൊലിപ്പിച്ച് നടന്ന ആ നല്ല ഇടയന്റെ ഹൃദയമിടിപ്പാണ് സഭ. ലോകം മുഴുവൻ ഒരുവനെ അന്യായമായി തള്ളിക്കളയുമ്പോഴും
അവനെ തിരികെ സ്വന്തം ഭവനത്തിലെത്തിക്കാൻ നിശബ്ദമായി പിന്തുടരുന്ന ആ വലിയ സ്നേഹത്തിന്റെ അത്യഗാധമായ കാരുണ്യത്തിന്റെ പേരാണ് സഭ. ആ അച്ഛനും ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാൻ വരാൻ ആരോ എന്നെ വിളിച്ചു, അതുകൊണ്ട് വന്നു. ഞാൻ വിളിച്ചില്ല, തീർച്ചയായിട്ടും ഞാൻ വിളിച്ചിട്ടില്ല. നിന്റെ അമ്മ വിളിച്ചു, നിനക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. ദയവ് ചെയ്ത് അമ്മ എന്ന സ്ത്രീയോട് പ്രാർത്ഥിക്കരുതെന്ന് പറയാമോ? എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാതിരിക്കുന്നത് നല്ലത്. മാത്യു, പ്രാർത്ഥന ദൈവത്തെ ഓരോന്ന് ചെയ്യിക്കാൻ നിർബന്ധിക്കുന്ന ചടങ്ങല്ല. അത് വിശുദ്ധമായൊരു അർച്ചനയാണ്. എന്ന് വെച്ചാൽ സ്നേഹത്തോടെയുള്ള സംസാരം. നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ആത്മാർത്ഥമായിട്ട്. അച്ഛൻ, ഞാൻ അതൊക്കെ പണ്ടേ ഉപേക്ഷിച്ചതാണ്. പിന്നെ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞ് എന്നെ വീണ്ടും വീണ്ടും ബോധർ ചെയ്യുന്നത്? നീ പ്രാർത്ഥന ഉപേക്ഷിച്ചെങ്കിലും പ്രാർത്ഥിക്കുന്ന ഇടത്തിൽ തന്നെ നീ എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തായിരിക്കും നീ ഇവിടെ വരാനും ഞാൻ നിന്നോട് സംസാരിക്കാനും കാരണം? ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നീ വായിച്ചിട്ടില്ലേ? തൻ്റെ പ്രിയപ്പെട്ട ഒരാൾ പോലും നശിക്കാൻ അവിടുന്ന് അനുവദിക്കില്ല. ഞാൻ കുംഭസാരത്തെ പരിഹസിക്കുന്നു, പൗരോഹിത്യത്തെ പരിഹസിക്കുന്നു, വിവാഹത്തെ പരിഹസിക്കുന്നു, വിശ്വാസത്തെ പരിഹസിക്കുന്നു. ഇത്രയൊക്കെ ചെയ്ത എൻ്റെ പിന്നാലെ ഇങ്ങനെ പിന്നെയും പിന്നെയും കയറി വരാൻ അച്ഛൻ എന്താ വെട്ടിയാണോ? മോനെ, പത്രോസ്ലീഹ നിഷേധിച്ചു, തോമാശ്ലീഹ സംശയിച്ചു, വിശുദ്ധ പൗലോസോ ദൈവത്തിനെ തകർന്ന ആളുകളുമായിട്ട് ഇടപെടാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ധൂർത്തുപുത്രന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന സ്നേഹപിതാവാണ് അവിടുന്ന്. നീ വായിച്ചിട്ടില്ലേ? അതെല്ലാം പോട്ടെ, കഴിഞ്ഞ തവണ കണ്ടപ്പോൾ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും അത് വരാറുണ്ടോ? മരുന്ന് കഴിച്ചിട്ട് സുഖപ്പെട്ടില്ല എന്ന് നീ അന്ന് എന്നോട് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. രോഗീലേപനം എന്ന ഉദാശ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അതൊരു പക്ഷേ നല്ല ഫലം ചെയ്തേക്കും. അച്ഛാ, അത് മരിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കുന്ന ഒരു ചടങ്ങല്ലേ? അപ്പോൾ ഞാൻ മരിക്കാറായി എന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? മാത്യു, രോഗീലേപനം സാധാരണ ഭാഷയിൽ നമ്മൾ പറയുന്ന അന്ത്യകൂദാശ കേൾക്കുമ്പോൾ അതൊരു അന്ത്യ ചടങ്ങായിട്ട് തോന്നിയേക്കാം. എന്നാലോ ഈ കൂദാശ വേദനിക്കുന്നവർക്കും രോഗികൾക്കും അകാരണമായ ഭയമുള്ളവർക്കുമൊക്കെ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന വരപ്രസാദത്തിൻ്റെ അടയാളമാണ്. ഒരു വ്യക്തിക്ക് സ്വയം സഹിക്കാൻ കഴിയാത്ത നിമിഷങ്ങളിൽ ക്രിസ്തു അവൻ്റെ കഷ്ടപ്പാടിലേക്ക് ഇറങ്ങി വന്ന് അവനെ സൗഖ്യപ്പെടുത്തുന്ന കൂദാശയാണ്. അച്ഛോ, അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായ വിശ്വാസത്തോടെ അത് സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും എനിക്ക് അതുവഴി സൗഖ്യം ഉണ്ടാകുമെങ്കിൽ അങ്ങനെയാട്ടെ, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. നിനക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനകളും നിന്റെ മാതാപിതാക്കളുടെ ഇടതടവില്ലാത്ത വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനകളും നിന്റെ സൗഖ്യത്തിന് നിദാനമായിട്ട് തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വിശുദ്ധ തൈലം മൂലം കണ്ണുകൾ കൊണ്ടും ഘ്രാണേന്ദ്രിയം കൊണ്ടും അധരങ്ങൾ കൊണ്ടും നാവ് കൊണ്ടും കാതുകൾ കൊണ്ടും കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും സ്പർശനം കൊണ്ടും നീ ചെയ്ത സകല തെറ്റുകളും ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. ഈ വിശുദ്ധ അഭിഷേകത്തിലൂടെ കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തട്ടെ. നിന്റെ നിരാശയിൽ നിന്ന് അവിടുന്ന് നിന്നെ മോചിപ്പിക്കട്ടെ. വീണുപോയതിനെ അവൻ ഉയർപ്പിക്കട്ടെ. മുറിവേറ്റതിനെ അവൻ പുനഃസ്ഥാപിക്കട്ടെ. പിതാവേ, ശരീരത്തിലും ആത്മാവിലും ഞാൻ പാപിയാണ്. എൻ്റെ പാപങ്ങളെപ്പറ്റി ഞാൻ ദുഃഖിക്കുന്നു. അനുതാപിയായി എന്നെ സ്വീകരിച്ച് എനിക്ക് മോചനം നൽകുമോ? മാത്യു, ദൈവം ആദ്യ ചൂടുകൾ നിനക്കായി വെച്ചു കഴിഞ്ഞു. നീ അതിൽ ആശ്രയിക്കാനുള്ള മനസ്സ് ഒരുക്കുക മാത്രം ചെയ്താൽ മതി. സത്യത്തിൽ മോനെ, നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. നിന്റെ അനുതാപത്തിൻ്റെ കണ്ണുനീര് വീഴുന്നതിന് എത്രയോ മുൻപേ ദൈവം
അവിടുത്തെ കരുണയുടെ കരങ്ങൾ നിനക്കായി വെച്ച് തന്നു കഴിഞ്ഞു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പിന്നെ ഞാനിപ്പോൾ വന്നത് ഇങ്ങോട്ട് വരാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ നിയോഗിച്ച ചിലരുണ്ട്. അതാരാണെന്ന് നിനക്കറിയാം. നിന്റെ അപ്പനും അമ്മയും. എൻ്റെ അപ്പനും അമ്മയും ഇനി അവരോട് പറഞ്ഞേക്ക് എനിക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കണ്ട എന്ന്. മാത്യു, അവരോട് പറയാൻ എനിക്ക് എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അത് എവിടെ നിന്ന് വേണമെങ്കിലും പറയാം. കാരണം അവരുടെ ഈ ഭൂമിയിലെ പ്രാർത്ഥനകളും വാക്കുകളും ഒക്കെ അവർ അവസാനിപ്പിച്ചിട്ട് നാളുകളായി. അച്ഛൻ എന്തായി പറയുന്നത്? എൻ്റെ അപ്പനും അമ്മയും നീ പോയതിനു ശേഷം നിന്നെ ഓർത്ത് ഉരുകിത്തീർന്ന 2 മെഴുകുതിരികളായിരുന്നു അവര്. അവർ നിത്യസമ്മാനത്തിനായിട്ട് യാത്രയായി. ഇല്ല, ഞാനത് വിശ്വസിക്കത്തില്ല. എന്നാലും എൻ്റെ ദൈവമേ, ഞാൻ അവരോട് ഒരു യാത്ര പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ അവരെ ഒരുപാട് വിഷമിപ്പിച്ചു. അവർ എന്നെ വെറുത്തുകൊണ്ടായിരിക്കും മരിച്ചുപോയത്. എന്നെപ്പോലെ ശാപത്തെ ഓർത്തവർ ഇല്ല മാത്യു, നീ തെറ്റിദ്ധരിച്ചതാ. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്ന് എൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. അച്ചോ, എൻ്റെ മോൻ എന്തെങ്കിലും തിരിച്ചു വരും. അവന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമോ പ്രതാപമോ ഇല്ല. പക്ഷെ എൻ്റെ ജീവന്റെ അവസാന ശ്വാസം വരെ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണുനീരുണ്ട്. അത് അവന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ മോനെ, നിന്റെ അപ്പൻ്റെ ശ്വാസം നിലയ്ക്കുമ്പോഴും ആ ചുണ്ടുകളിൽ മന്ത്രിച്ചത് നിന്റെ പേരായിരുന്നു. ആ മാതാപിതാക്കളുടെ ശരീരം മണ്ണിലേക്ക് മടങ്ങിയെങ്കിലും അവർ നിനക്കായി ചൊരിഞ്ഞ പ്രാർത്ഥനകൾ ഈ മുറിയിൽ ഇപ്പോഴും ജീവനോടെയുണ്ട്. അത് നിന്നെ കാത്തു നിൽക്കുകയാണ്. ദൈവത്തിന് നിന്നോടുള്ള കരുണയുടെ കാവലായിട്ട്. സ്വർഗവാതിൽ തുറന്നു മകനേ, എൻ കൺമണി, ഇനി ഇവിടെ ശാന്തി നമ്മളൊന്നായി. പ്രിയരെ, ഇവിടെ ഈ മൺവേദിയിൽ ഒരു ശ്വാസം നിലയ്ക്കുമ്പോൾ നിത്യതയുടെ മണിയറയിൽ ഒരു വലിയ സ്വർഗീയ ഗീതം ഉണരുകയാണ്. നിങ്ങളീ കണ്ടത് ഒരു മരണത്തിൻ്റെ പരാജയമല്ല. ലോകം തള്ളിക്കളഞ്ഞവൻ ഇതാ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇടയൻ കാത്തിരിക്കുകയായിരുന്നു. ജ്ഞാനസ്നാനത്തിൽ തുടങ്ങിയ ആ പ്രയാണം ഇതാ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ സ്വർഗീയ സന്തോഷത്തിൽ പൂർണ്ണമായിരിക്കുന്നു. കൂദാശകൾ ഒരിക്കലും ചങ്ങലകളായിരുന്നില്ല. അവ വാതിലുകളായിരുന്നു. യഥാർത്ഥ ഭവനത്തിലേക്കുള്ള വാതിലുകൾ. ക്രിസ്തു സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതും അദൃശ്യമായ ദൈവീക ജീവൻ നൽകി നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ എന്ന് നാം മറക്കരുത്. പാപത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുവാനും ക്രിസ്തുവിൽ പുതിയ ജീവൻ നൽകുവാനും വേണ്ടി എന്നെന്നും ജീവിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തികളായ കൂദാശകൾ നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ആത്മാക്കളുടെ തീർത്ഥാടനം സഫലമാകട്ടെ.
ഇന്ന് സന്ധ്യ എത്ര മനോഹരമായിരുന്നു. നമ്മുടെ ബാങ്ക്വറ്റ് എല്ലാവരും ആസ്വദിച്ചല്ലേ? മനോഹരമായ സദ്യയായിരുന്നു. ആ സദ്യക്ക് അതിമനോഹരമായ ഒരു ഡെസേർട്ടായി ഈ സന്ധ്യയിലെ കലാപരിപാടികൾ ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വഞ്ചിപ്പാട്ടിലൂടെ അത്യുജ്വലമായ മാലാഖമാർക്കെടുത്ത ആവിഷ്കാരം നടത്തി. വടിപ്പാട്ടിൻ്റെ മധ്യസ്ഥനായിരിക്കുന്ന മെത്രാപ്പോലീത്തയെ കൂടി അനുസ്മരിച്ചുകൊണ്ട് വയനാടിൻ്റെ താരമായിരിക്കുന്ന തിരുമേനിയെയും അനുസ്മരിച്ചുകൊണ്ടുള്ള നല്ല അനുസ്മരണകൾ. അതിനുശേഷമായിട്ട് വാഷിങ്ടൺ DC-യിലെ മനോജച്ചൻ്റെ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന, ഇപ്പോൾ സൊല്യൂഷന്റെ ഉപജ്ഞാതാവായ രക്ഷാധികാരിയായ മനോജച്ചൻ്റെ നേതൃത്വത്തിൽ ആ ഇടവകക്കാർ നടത്തിയ ഉജ്ജ്വലമായ ആവിഷ്കാരം. ഡിട്രോയിറ്റിലെ കവിത, അത് തുഞ്ചത്തെഴുത്തച്ഛൻ നേരിട്ട് വന്ന് വായിച്ചതുപോലെ തോന്നി. മണിപ്രവാളത്തിൽ നിന്നും നമ്മുടെ ജോളിയും ജോസും എന്തൊരു കോമ്പിനേഷൻ ആയിരുന്നത്. അതിനുശേഷമായിട്ട് റോക്ക് ലാൻഡ്, അതൊരു റോക്ക് അവതരണം തന്നെയായിരുന്നു. റോക്ക് ലാൻഡുകാർ സ്റ്റേജിൽ കയറിയാൽ അടിപൊളിയാണ്. അത് അവരുടെ ഒരു പാരമ്പര്യമാണ്. എല്ലാവരും ഒന്നു ചേർന്ന് നമ്മുടെ വികാരിയച്ഛൻ, റോക്കലാലിലെ വികാരിയച്ഛൻ ഇത്ര ഉജ്ജ്വലമായിട്ട് അവരെ ഒരുക്കിയല്ലോ എന്നുള്ളതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ജർണാളച്ചൻ ഇത്ര ഒരു കലാപ്രതിഭയാണെന്ന് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു. റോക്കലാൻഡുകാർക്ക് അനുമോദനം. അതിനുശേഷമായിട്ട് ന്യൂ ജേഴ്സി, എന്തൊരു ഫ്യൂഷനായിരുന്നത്. കൺഫ്യൂഷനിൽ നിന്നും ഫ്യൂഷനിലേക്കും അതിൽ നിന്നും എൻലൈറ്റൻമെന്റിലേക്കും കടത്തിവെട്ടിയ നമ്മുടെ ടീം. സണ്ണിയച്ചൻ്റെ ഇമാജിനേഷൻ എത്ര ഗംഭീരമാണ്. അവിടുത്തെ ഓരോരുത്തർക്കും, അതിൻ്റെ പ്രധാന താരമായ അക്ഷയ്, ഇവിടെ ഉണ്ടോ അക്ഷയ് ഭാഗികമായിട്ട് ശക്തനാണ്, അതിനേക്കാട്ടിൽ അതിശക്തനാണ് അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തി. അക്ഷയ് ആൻഡ് ഹിസ് ടീം, കൺഗ്രാറ്റുലേഷൻസ്. അവസാനമായിട്ട് നമ്മുടെ സ്വന്തം കത്തീഡ്രലിലെ വീരപുത്രന്മാരും പുത്രികളും കുഞ്ഞുങ്ങളും. ഞാൻ ആദ്യത്തെ ഒരു മിനിറ്റ് പുറത്തു പോയപ്പോഴത്തേന് അല്പം ഒന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ ഇൻട്രോയും വിഷ്കമ്പോ എനിക്ക് കാണാനൊത്തില്ല. പക്ഷേ ഞാൻ കത്തീഡ്രൽ എൻ്റെ മുറിയിൽ നിന്ന് എനിക്കത് ഓവർ ഹിയർ ചെയ്യാമായിരുന്നു. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്. അരങ്ങിൽ വന്നപ്പോൾ അത് മാമോദീസായിലൂടെ ആരംഭിച്ച് കൂദാശകളിലൂടെ എത്തി പട്ടാഭിഷേകം എനിക്ക് കാണാനൊത്തില്ല. എന്തോ ഞാൻ പുറത്തായി. ആരോ പറഞ്ഞു എൻ്റെ ശബ്ദം അനുകരിച്ചിട്ടുണ്ടെന്ന്, ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ആ മഹാപുരോഹിതനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇടയാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അനുവാദം കൂടാതെ പട്ടം കൊടുക്കുന്നതിൽ സഭയിലെ നിഷിദ്ധമായ മാരകമായിരിക്കുന്ന പാപത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പള്ളിക്ക് പുറത്താക്കാനായിട്ട് പരിശുദ്ധ പിതാവിന് ഇടയാകരുത് എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി മെമ്മോറാണ്ടം സമർപ്പിക്കുകയാണ്. പക്ഷേ ഒരു കാര്യത്തിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്. ഈ അവതരണങ്ങളുടെ ഏറ്റവും അന്ത്യഭാഗത്തായിട്ട് ഇത്രയും മാലാഖമാർക്ക് സ്വർഗീയ വിശുദ്ധരുടെ ഗണങ്ങളിലേക്ക് ഈ ഇടവക സമൂഹത്തെ ഉയർത്തപ്പെട്ടു. അവരുടെ ഇടയിൽ ഈശോ എടുത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഇത് നമ്മുടെ സ്വഭാവമാണ്. ഈശോയെ മറക്കുക എന്നുള്ളത് മെത്രാന്മാരുടെ കൂടി സ്വഭാവമാണ്. എന്ത് ചെയ്യാനായിട്ടൊക്കും. എൻ്റെ ഈശോയെ ക്ഷമിക്കണേ, എനിക്കൊരു അബ്സല്യൂഷൻ തരണമേ. അപ്പൊ അങ്ങനെ ഒന്നിനൊന്നിനെ മെച്ചമായി എല്ലാ കൂദാശകളെയും അതിമനോഹരമായി
സ്വർഗീയമായിട്ട് അവതരിപ്പിച്ചപ്പോൾ ഇപ്പോൾ സ്വർഗത്തിലെ മാലാഖമാരുടെ വൃന്ദങ്ങളില്ല, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അല്പം അശുദ്ധി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കുമേ ഉള്ളൂ, ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. എന്തായാലും ഞങ്ങളെ ഇവരുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ ഇവിടേക്ക് ആനയിച്ചു, അതിൽ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെയും പേരിൽ, ഈ സന്ധ്യയുടെ പേരിൽ, നമ്മുടെ ഇന്ന് ആരംഭം മുതൽ കത്തീഡ്രൽ വരെ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ട് നടത്തപ്പെട്ട യഥേമനോഹരമായ ഈ ആത്മീയ ആവിഷ്കാരത്തെ ഓർത്ത് ഞങ്ങൾ ഹൃദയപൂർവ്വം അനുമോദനങ്ങളും നന്ദിയും സമർപ്പിക്കുന്നു. നമുക്കൊരു കൈയടിച്ച് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാം. എന്തോ ഉണ്ടായിരുന്ന പക്ഷെ മറന്നു പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ ജെയിംസിനോട് പറഞ്ഞ മറവിക്ക് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ എനിക്ക് തരണമെന്ന്. ഇപ്പോഴും ഓർത്തു വരുന്നു, ജെയിംസിൻ്റെ കാര്യം ഓർത്ത്. ഇതിൻ്റെ എല്ലാം രചയിതാവ്, സംവിധായകൻ ആരാണെന്നറിയാമോ? ക്യാൻ ഇമാജിൻ? എല്ലാവരും ഉണ്ടെങ്കിലും അതിനകത്തൊരു സൂപ്പർ സംവിധാനമുണ്ട്. ശബ്ദം നിങ്ങൾ ഇച്ചിരി മാനിപ്പുലേറ്റ് ചെയ്ത് അവിടെ അവതരിപ്പിച്ചത് ശ്രദ്ധിച്ചായിരുന്നു? ആരാണ്? ഓക്കെ, നമ്മുടെ മഹാവികാരിയെ നോബി അച്ഛൻ. കൺഗ്രാറ്റുലേഷൻസ്. അദ്ദേഹത്തിന്റെ ശബ്ദം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശബ്ദത്തിനകത്ത് അല്പം മാനിപ്പുലേഷൻ റെക്കോർഡിങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതും ഒരു തന്ത്രപൂർവമായ നാടകത്തിന്റെ തന്ത്രങ്ങളാണ് കേട്ടോ. അത് മനോഹരമായിട്ട് അവതരിപ്പിച്ചു. സഹസംവിധായകനും ഈശോയായ സുനിൽ. ബാബായുടെ വരെ ശബ്ദം അടിച്ചു മാറ്റാൻ ഇവർ മിടുക്കരായിരുന്നത് എത്ര മനോഹരമാണ്. എന്തായിരുന്നു, എത്ര അച്ഛന്മാരാണ്. ചിലതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. ഇനി എന്താണ് സണ്ണീച്ച? ഞങ്ങളുടെ ഹൈക്കമാൻഡ് സണ്ണീച്ചിന ഈ പരിപാടിയുടെ അപ്പോൾ ഒരിക്കൽ കൂടി ഇന്നലെ നടത്തപ്പെട്ട കലാപരിപാടികൾക്ക് എല്ലാ ആസ്വാദനവും അതിൻ്റെ നന്ദിയും വന്ദനായ കൊസ്താത്യോസ് തിരുമേനിയെ പറഞ്ഞിരുന്നു, നല്ല അവലോകനം നടത്തിയിരുന്നു. എന്നാലും രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ ഇന്നലെ നടത്തപ്പെട്ട പരിപാടികൾ ഓരോന്നായിട്ട് വളരെ മനോഹരമായിരുന്നു. അവയെല്ലാം ഓർത്ത് അവതരിപ്പിച്ച എല്ലാവർക്കും, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യ എല്ലാ അർത്ഥത്തിലും, അതിൻ്റെ സമ്പൂർണമായ അർത്ഥത്തിൽ, സമഗ്രമായ അർത്ഥത്തിൽ അതിനെ അർത്ഥവത്താക്കി ആസ്വാദനമാക്കി ഏറ്റവും അവസാനം സ്വർഗീയമാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാളത്തെ പരിപാടികളെ പറ്റിയുള്ള ക്രമീകരണങ്ങൾ അറിയിക്കുവാനായി പ്രധാന പ്രോഗ്രാമിൻ്റെ ചുമതലക്കാരനായ ബഹുമാനപ്പെട്ട സണ്ണി അച്ഛനെ ക്ഷണിക്കുന്നു. പ്ലീസ്. Thank you, Pidave. Again, on behalf of the organizing committee, thank you to our bishops, clergy, religious sisters, volunteers, performers, sponsors, our sound and lighting team, everybody working behind the scenes, our culture coordinators, everyone. Thank you so much for bringing us such lovely programs over the last few days. Let's give them one more final round of applause right now. Good job to y'all. Amazing programs. One final note from us, the MCYMNA hoodies are selling out really fast. We only have 1 XL and 2 XXLs left over, so please meet us outside as well anytime you have. We will also have our MCYM after our social starting soon in Grove right outside as well.
Once again, thank you so much. I am Ansu and this is Shanja. Thank y'all so much, and y'all have a great evening. Good night, everyone. Thank you. So thank you to our dear MCs for conducting the wonderful cultural programs for the night. A few quick announcements, very important. As they announced, there's the MCYMNA program happening right now in Grove, as well as for married couples, there's Fellowship of Rings in English happening in Aspen 1. The programs for the main venue are concluding tonight, but important announcements for tomorrow morning. First, from 6:30 to 7:15, there will be breakfast. The Kurbana and starting with the morning prayer is only going to start at 8 o'clock. But everyone, please remember to pack, after you get ready for the service, pack your bags in the morning because the checkout time is at 11. And after the mass, you won't have enough time to go back and completely pack. So make sure when you come downstairs for the Kurbana that you have already packed your bags. You will just have enough time after the services to go back to your room and collect your bags and check out with lunch at that time. So thank you everyone. So the main event is now concluding. I invite Trimeni to say our closing prayers for the night. Thank you everyone. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശു പര ഇപ്പോൾ എന്തോ